ടെക്സ് ആൻഡ് കിസിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. അവരുടെ IT പാഠപുസ്തകത്തിലെ 3ാമത്തെ അധ്യായമായ കമ്പ്യൂട്ടർ ഭാഷ എന്ന പാഠഭാഗത്തുള്ള മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ മക്കളും വീഡിയോ കണ്ട് നന്നായി പഠിച്ച് തന്നെ എക്സാമിന് പോവുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യുവാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. തുടർന്നുള്ള വീഡിയോസ് കൂട്ടുകാർക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. പൈത്തണിൻ്റെ ഫയൽ ഫോർമാറ്റ് എന്താണ്? വാട്ട് ഈസ് പൈത്തൺസ് ഫയൽ ഫോർമാറ്റ്? ആൻസർ .py. ഓൺ ഓഫ് എന്നീ സങ്കേതങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന ഭാഷയെ എന്താണ് പറയുന്നത്? വാട്ട് ഈസ് എ ലാംഗ്വേജ് ദാറ്റ് യൂസസ് ഓൺലി ദി ടേംസ് ഓൺ ആൻഡ് ഓഫ് കോൾഡ്? ബൈനറി ഭാഷ, ബൈനറി ലാംഗ്വേജ്. നിർദ്ദേശങ്ങൾ പൂർണ്ണമായും ബൈനറി ഭാഷയിലേക്ക് മൊഴിമാറ്റി ഒരു പ്രത്യേക ഫയലാക്കി നൽകുന്നതിന് പറയുന്ന പേര് എന്താണ്? What is the name given to converting instructions completely into binary language and saving them in a separate file? കമ്പൈലറുകൾ. നിർദ്ദേശങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന ഘട്ടത്തിൽ മാത്രം ഓരോ വരിയും മൊഴിമാറ്റം ചെയ്തു നൽകുന്നവയെ എന്താണ് പറയുന്നത്? What is mean by translating each line only when instructions are executed? ഇന്റർപ്രറ്ററുകൾ. പ്രധാനപ്പെട്ട പ്രോഗ്രാമിംഗ് ഭാഷകൾ ഏതൊക്കെയാണ്? What are the important programming languages? ജാവ, C, C++, പൈത്തൺ, റൂബി, PHP. പൈത്തൺ ഭാഷ വികസിപ്പിച്ചെടുത്തത് ആര്, എപ്പോൾ? ഹു ഡെവലപ്ഡ് ദി പൈത്തൺ ലാംഗ്വേജ്, വെൻ? 1990 ഗൈഡോ വാൻ റോസം എന്ന നെതർലൻഡുകാരനായ കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ് പൈത്തൺ ഭാഷ വികസിപ്പിച്ചെടുത്തത്. പൈത്തണിൽ ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് ലഭിക്കുന്ന ഡാറ്റ ഏത് തരത്തിലുള്ളതായിരിക്കും? വാട്ട് ടൈപ്പ് ഓഫ് ഡാറ്റ വിൽ ബി റിസീവ്ഡ് യൂസിങ് ദി ഇൻപുട്ട് ഫംഗ്ഷൻ ഇൻ പൈത്തൺ? അക്ഷര രൂപത്തിലുള്ളതായിരിക്കും. It will be in alphabetical order. What is the full form of IDLE? ഐഡിലിൻ്റെ പൂർണ്ണരൂപം എന്ത്? ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്. ഏത് അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് പൈത്തൺ പദങ്ങൾ എഴുതേണ്ടത്? Which letters should be used to write Python words? ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ചെറിയ അക്ഷരങ്ങൾ ഉപയോഗിച്ച്. ലോവർ കേസ് ലെറ്റേഴ്സ് ഓഫ് ദി ഇംഗ്ലീഷ് ആൽഫബറ്റ്. പൈത്തൺ ഭാഷയിൽ സംഖ്യകളെ ആവശ്യാനുസരണം ക്രമീകരിക്കുന്നതിന് ഏത് നിർദ്ദേശമാണ് ഉപയോഗിക്കുന്നത്? Which instruction is used to arrange numbers as required in Python? റേഞ്ച് എന്ന സന്ദേശം.
റേഞ്ച് എന്ന നിർദ്ദേശം. വര വരയ്ക്കുന്നതിനുള്ള പൈത്തൺ പ്രോഗ്രാം. പൈത്തൺ പ്രോഗ്രാം ഫോർ ഡ്രോയിങ് ലൈൻസ്. ഫ്രം ടേർട്ടിൽ ഇമ്പോർട്ട് കഴിഞ്ഞതിന് ശേഷം സ്റ്റാർ ഫോർവേഡ് 100 എന്ന നിർദ്ദേശം ലഭിച്ചാൽ വര ലഭിക്കും. സമചതുരം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പൈത്തൺ പ്രോഗ്രാം ഏതാണ്? പൈത്തൺ പ്രോഗ്രാം ഫോർ കൺസ്ട്രക്റ്റിംഗ് എ സ്ക്വയർ. ഫ്രം ടേർട്ടിൽ ഇമ്പോർട്ട് ഫോർ ഐ ഇൻ റേഞ്ച് 4, ഫോർവേഡ് 100, റൈറ്റ് 90. ത്രികോണം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പൈത്തൺ പ്രോഗ്രാം ഏതാണ്? പൈത്തൺ പ്രോഗ്രാം ഫോർ കൺസ്ട്രക്റ്റിംഗ് എ ട്രയാങ്കിൾ. ഫ്രം ടേർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ ഫോർ ഐ ഇൻ റേഞ്ച് 3, ഫോർവേഡ് 100, റൈറ്റ് 120. പഞ്ചഭുജം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പൈത്തൺ പ്രോഗ്രാം ഏതാണ്? പൈത്തൺ പ്രോഗ്രാം ഫോർ ക്രിയേറ്റിംഗ് എ പെൻറ്റഗൺ. ഫ്രം ടേർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ ഫോർ ഐ ഇൻ റേഞ്ച് 5, ഫോർവേഡ് 100, റൈറ്റ് 72. ഷഡ്ഭുജം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പൈത്തൺ പ്രോഗ്രാം ഏതാണ്? പൈത്തൺ പ്രോഗ്രാം ഫോർ കൺസ്ട്രക്റ്റിംഗ് എ ഹെക്സഗൺ. ഫ്രം ടേർട്ടിൽ ഇമ്പോർട്ട് ഫോർ ഐ ഇൻ റേഞ്ച് 6, ഫോർവേഡ് 100, റൈറ്റ് 60. ടർട്ടിൽ ഗ്രാഫിക്സ് കമ്പ്യൂട്ടറിൽ പ്രവർത്തനക്ഷമമാക്കുന്നതിന് പ്രോഗ്രാമിൻ്റെ തുടക്കത്തിൽ നൽകുന്ന നിർദ്ദേശം എന്താണ്? വാട്ട് ഈസ് ദി ഇൻസ്ട്രക്ഷൻ ഗിവൺ അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി പ്രോഗ്രാം ടു എനേബിൾ ടർട്ടിൽ ഗ്രാഫിക്സ് ഓൺ ദി കമ്പ്യൂട്ടർ? ആൻസർ ഫ്രം ടേർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ. അഷ്ടഭുജം വരയ്ക്കുന്നതിന് വേണ്ടിയുള്ള പൈത്തൺ പ്രോഗ്രാം ഏതാണ്? ഫ്രം ടേർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ ഫോർ ഐ ഇൻ റേഞ്ച് 8, ഫോർവേഡ് 100, റൈറ്റ് 45. പൈത്തൺ നിർദ്ദേശവും അവയുടെ ഉപയോഗവും നമുക്ക് പരിചയപ്പെടാം. പൈത്തൺ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ദെയർ യൂസേഴ്സ്. കളർ റെഡ് എന്ന നിർദ്ദേശം പൈത്തൺ ഗ്രാഫിക്സ് ജാലകത്തിൽ നിർമ്മിക്കപ്പെടുന്ന രൂപങ്ങളുടെ നിറം നിർണ്ണയിക്കാനാണ്. സർക്കിൾ 100 യൂണിറ്റ് ആരമുള്ള വൃത്തം ലഭിക്കാനാണ് സർക്കിൾ 100 എന്ന നിർദ്ദേശം ഉപയോഗിക്കുന്നത്. ലെഫ്റ്റ് 45, ടർട്ടിലിൻ്റെ ദിശ 45 ഡിഗ്രി ഇടത്തോട്ട് തിരിയാനാണ് ലെഫ്റ്റ് 45 എന്ന നിർദ്ദേശം ഉപയോഗിക്കുന്നത്. റൈറ്റ് 45, ടർട്ടിലിൻ്റെ ദിശ 45 ഡിഗ്രി വലത്തോട്ട് തിരിയാനാണ് റൈറ്റ് 45 എന്ന നിർദ്ദേശം ഉപയോഗിക്കുന്നത്. റേഞ്ച് 8 തവണ ആവർത്തിക്കാനാണ് ഈ ഒരു നിർദ്ദേശം ഉപയോഗിക്കുന്നത്. A = 100, A = A+25, പ്രിൻ്റ് A. ഈ പ്രോഗ്രാം പ്രവർത്തിപ്പിക്കുമ്പോഴുള്ള ഔട്ട്പുട്ട് എന്തായിരിക്കും? ആൻസർ 125. 20 മുതൽ 40 വരെയുള്ള ഇരട്ട സംഖ്യകൾ പ്രിൻ്റ് ചെയ്യുന്നതിനുള്ള പൈത്തൺ നിർദ്ദേശം എന്താണ്? ഫോർ ഐ ഇൻ റേഞ്ച് 20, 42, 2, പ്രിൻ്റ് ഐ. ഇത്രയാണ് ഈ വീഡിയോ ഉള്ളത്.
എല്ലാ മക്കളും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യുവാനും മറക്കരുത്. അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോസ് കൂട്ടുകാർക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ മക്കൾക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.